നമുക്ക് എല്ലാ സംഗതിയായി, നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം റുപ്യ വന്നു. അപ്പൊ നമ്മൾ പിന്നെ ആലോചിക്കാണ് എന്ത്, എല്ലാം ആയി, മക്കളൊക്കെ സെറ്റിലായി, വീടായി, സൗകര്യങ്ങളായി, പിന്നെ ഒരു 25 ലക്ഷം റുപ്യ വന്നു. അപ്പോഴും ആലോചിക്കാം, എന്നാ പിന്നെ ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 25 സെന്റ് സ്ഥലമാണ് വാങ്ങിടാം. അപ്പൊ ഇയാൾ പിന്നെയും കടക്കാരനായി. ഏറ്റവും ചുരുങ്ങിയത് ആലോചിക്കണ്ടേ, ഒരു ഉംറക്കെങ്കിലും എന്റെ ഭാര്യയും പോകട്ടെ എന്നാലോചിക്കണ്ടേ? കാരണം എന്താ, ആ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, പ്രസക്തിയുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു. എന്റെ പള്ളിയിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ, അതായത് മസ്ജിദുൻ നബവിയിലുള്ള, മദീനയിലെ മസ്ജിദിലുള്ള ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമാണ് ഒരൊറ്റ റക്അത്ത്, ഒരൊറ്റ വക്ത് നമസ്കാരത്തിന്. വസ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറമിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു, ബാക്കിയുള്ള പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഒരു വക്ത് നമസ്കാരത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. ഒരൊറ്റ വക്ത് നമസ്കാരത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. അപ്പൊ അത് വലിയ പുണ്യമാണ്, വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മളിങ്ങനെ കുറച്ചൊരു രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു, എന്നിട്ട് നമ്മളൊന്ന് ഉംറ ചെയ്യാൻ പോയോക്കി. അപ്പൊ നമുക്കറിയാം എത്ര കഷ്ടാണെന്നുള്ളത്. ഒരു ഹജ്ജ് ചെയ്യാൻ പോയാലോ, അതിലേറെ കഷ്ടമാണ്. നമ്മള് പിന്നെ മിനയിലേക്ക് പോകണം, അവിടെ നിന്ന് അറഫയിലേക്ക് പോകണം, അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് തിരിച്ചു വരണം, രാത്രി അവിടെ കിടക്കണം. എവിടെ വിടുമല്ല, നമ്മുടെ കയ്യിലുള്ള ശീലം എന്താണോ, പായ എന്താണോ, അതിട്ട് അവിടെ നിന്ന് കിടക്കുകയാണ്. അപ്പൊ എത്ര കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടില്ലാതെ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. സുഖകരമായി ഹജ്ജ് ചെയ്യാൻ 2026 കഴിയില്ല. കാരണം അത്രത്തോളം സുഖകരമാക്കാൻ കഴിയൂല, ത്യാഗമാണ്. അപ്പൊ അതിന് ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബിനോട്, അല്ലാഹുവേ ആ ഭൂമിക എനിക്കൊന്ന് കാണണം, അവിടെ ഒന്ന് പോകണം, നമസ്കരിക്കണം, തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന തീർച്ചയായും ഈ ദുൽഖഅദ് മാസത്തിൽ ഒരു ചിന്തയായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒന്നാണ്.